ഈ മഹാസത്രത്തിൻ്റെ സത്രസമാരംഭ സഭയുടെ അടുത്തത് കൃതജ്ഞതാ പ്രകാശനമാണ്. കൃതജ്ഞതാ പ്രകാശനത്തിനായിട്ട് ഈ സത്രത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ കെ ഗോപകുമാർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയമുള്ളവരെ, ഭക്തജനങ്ങളെ, മാരംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം, അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വളരെ ഭംഗിയായിട്ട് ആദരണീയനായ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖദേവ് സിംഗ് സുഖു അവർകൾ നിർവഹിച്ചു. അതോടൊപ്പം അതിനുശേഷം വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ ആൾക്കാരുടെ പ്രഭാഷണം, നമ്മുടെ അതിൻ്റെ സന്ദേശം, ആശംസകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കെല്ലാവർക്കും നമ്മൾക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ച, നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാവരെയും ആദരിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് നന്ദി പറയുകയും എന്ന ചടങ്ങാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. 2025 ജനുവരി മാസം 30-ാം തീയതി നാരായണീയ പാരായണത്തിൽ തുടങ്ങി ഏപ്രിൽ മാസം 3-ാം തീയതി ഇന്ന് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ 42ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം, അതിന് പ്രേരക ശക്തികളായ ഒരുപാട് ആൾക്കാരെ ഈ തരുണത്തിൽ ഓർക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ സത്രസമിതിയുടെ ജനറൽ കൺവീനർ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. 63 ദിനങ്ങളിലായി നടന്ന 108 നാരായണീയ പാരായണ സമിതി അംഗങ്ങൾ, അവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്ന ഒട്ടേറെ മാന്യ വ്യക്തിത്വങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് മാർഗനിർദ്ദേശം നൽകിയ അവരുടെ ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി മാഡം, ഇവരെയൊക്കെ ഇത്തരുണത്തിൽ ശരിക്കും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു മഹായജ്ഞത്തിൻ്റെ മുന്നോടിയായിട്ട് തുടങ്ങി മഹായജ്ഞത്തിൻ്റെ തുടങ്ങുന്ന തലേദിവസം അവസാനിച്ച ഒരു മഹത് കർമ്മത്തിൻ്റെ കാരണഭൂതരായ ഇവരെയെല്ലാം വളരെ നന്ദിപൂർവ്വം ഈ ചടങ്ങ്, കാരണം എല്ലാവരും ഒരു പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ അവരെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചും മാരംകുളങ്ങര ക്ഷേത്രത്തിൽ അക്ഷീണം പ്രയത്നിക്കുന്ന പാർത്ഥസാരഥി നാരായണീയ സമിതി പോലുള്ള നാരായണ സമിതി അംഗങ്ങളെല്ലാം തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇവിടെ അഹോരാത്രം പ്രഭാതം മുതൽ പ്രദോഷം വരെ അതിനുവേണ്ടി പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മാരംകുളങ്ങര ദേവസ്വത്തിൻ്റെയും ഈ സത്രസമിതിയുടെയും ഓർമ്മയിലെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചപ്പോൾ നമ്മൾ ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഏകദേശം 2 കോടിക്ക് മുകളിൽ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കേണ്ടത്. അതിന് ആദ്യം ആര് സംഭാവന ചെയ്യും എന്ന് നമ്മൾ ആലോചിച്ച് ഇരുന്നപ്പോൾ, ഇതിനു മുമ്പും നമ്മുടെ പുനരുദ്ധാരണ സമയത്ത് പോലും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന അത്യാദരണീയയായ നമ്മുടെ മനോരമയിൽ പത്മനാഭ സദനത്തിൽ നമ്മുടെ ഓമനയമ്മ അവർകളെ ഒരു തരുണത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം ആദ്യം നമുക്ക് വേണ്ട പ്രചോദനം തന്ന ആ കൈകൾ വീണ്ടും ഈ ഒരു മഹായജ്ഞത്തിനും ഒരു ഭാഗമായി എന്ന് പറയുമ്പോൾ അതിന് വേറെ വാക്കുകളൊന്നുമില്ല. അവരെ ഈ തരുണത്തിൽ ആദരിക്കേണ്ട ഒരു ബാധ്യത കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്രയത്നവും നമ്മളുടെ കൂടെ ഇപ്പോഴും അവരെന്നിട്ട് ഈ 5 ലക്ഷം രൂപ നമുക്ക് സംഭാവനയായി തന്നതിന് ശേഷം ഏകദേശം 2.5 ലക്ഷത്തോളം രൂപയുടെ, 2.5 കണക്ക് കിട്ടിയിട്ടില്ല, അത്രയും കൂപ്പൺ കൂടി പലർക്കും കൊടുത്ത് പൈസ വാങ്ങിച്ച് ഇവിടെ ഏൽപ്പിച്ചു എന്നാണ് അറിയുന്നത്. എൻ്റെ കണക്ക് കൃത്യമായിട്ടില്ല, അതിൽ കൂടുതലാകാം. അവരുടെ മകൻ മഹി ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ്. ദുബൈയും മഹിയും അതോടൊപ്പം തന്നെ ശ്രദ്ധയും എല്ലാം തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഒരുപാട് പൈസ സമ്പാദിക്കുന്നുണ്ട്. ആ കുടുംബത്തോട് മാരംകുളം ക്ഷേത്രത്തിനുള്ള അഗൈതമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആദരണീയായ പത്മ ടീച്ചർ വിരിപ്പുണ്ട്. ഗോപികാ സംഗമം, ഇവിടെ ഇന്ന് നടന്ന ഏറ്റവും മഹനീയമായ ഒരു മുഹൂർത്തം നമുക്ക് സമ്മാനിച്ച ഗോപികാ സംഗമം മാരംകുളങ്ങരയിൽ നിന്നല്ല, ഈ കേരളത്തിൽ ഇത്രയും ജനസാഗരം, അതായത് സ്ത്രീകളുടെ ജനസംഗമം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയധികം മനോഹരവും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നതുമായ ഒരു സംഭവമായിപ്പോയി ഏതായാലും ഗോപികാ സംഗമം. അത് 9 ദിക്കുകളിൽ നിന്നും കൊച്ചുകുട്ടികളടക്കം കോലടിയും പാട്ടും മേളവും താളവുമൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് സത്യത്തിൽ ഇവിടെ സ്വനാഥം നമ്മുടെ മുഖ്യ അതിഥി വന്നപ്പോഴുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള പോലീസിൻ്റെ വിന്യാസം ശരിക്കും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം
ചെക്കിംഗ് ഒക്കെ ആയിരുന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും അതെല്ലാം തൃണമൂൽ ഗണിച്ചുകൊണ്ട് തന്നെ എന്ന് പറയാം, അത്രയധികം ജനാവലി ഇവിടെ സമ്മേളിക്കുകയും ഒരു പരാതിയും പരിഭവമില്ലാതെ എല്ലാവരും ആ ചടങ്ങിൽ സംബന്ധിക്കുകയും നമ്മുടെ ഭഗവാനെ സ്വീകരിച്ചുകൊണ്ട് വന്ന രഥത്തെ സ്വീകരിച്ചവരിവിടെ കൊണ്ടുവന്ന് ഭഗവാനെ പ്രതിഷ്ഠ കണ്ടു തൊഴുത് അതിനുശേഷം നമ്മുടെ കൊടിക്കൂറ നമ്മുടെ പ്രധാന തന്ത്രി, നമ്മുടെ ദേവസ്വം തന്ത്രി കടിയക്കോൽ വാസുദേവൻ നമ്പൂരി അവർകൾ അദ്ദേഹം 3 മണിക്ക് തന്നെ ഇവിടെ എത്തി. അദ്ദേഹം ഇവിടെ കാത്തിരുന്ന് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നു. അതിന് ടീച്ചർ ഈ 9 ദിക്കുകളിലും അതിനുവേണ്ടി പ്രവർത്തിച്ച, അതായത് തുടക്കം ദ്വാരക മുതൽ കാളിന്തി വരെ എത്രയാ 9 ദിക്കുകൾക്കും പേര് കൊടുത്തിരുന്നു. അതിന് ടീച്ചറോടൊപ്പം തന്നെ ടീച്ചറെ പോലെ തന്നെ അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് മനോജ് കുമാർ, അദ്ദേഹം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശരിക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ എല്ലാ വാർഡുകളിലും നടന്ന യോഗങ്ങളിൽ പങ്കെടുത്ത് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത ആ മാന്യ വ്യക്തിത്വത്തെ അതോടൊപ്പം തന്നെ നമ്മൾ ആദരിക്കേണ്ടതാണ്. അദ്ദേഹം നമ്മുടെ ഒരു ഭാഗം തന്നെ. എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊത്തു നിന്നുകൊണ്ട് ഇത്രയധികം ജനാവലി ഇവിടെ എത്തുന്നതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ബഹുമാന്യനായ മനോജ് കുമാർ, അതോടൊപ്പം തന്നെ പത്മ ടീച്ചർ, ഇവരുടെ 2 പേരുടെയും എടുത്തു പറയുകയാണ്. അപ്പോൾ പത്മ ടീച്ചറിൻ്റെയും മനോജ് കുമാറിൻ്റെയും കൂടെ ഈ 9 ദിക്കിൽ നിന്ന് വന്ന് പ്രവർത്തിച്ച ഓരോ ഗോപികമാരും, അതിൻ്റെ സംഘാടക സമിതി അംഗങ്ങളുണ്ട്, കൺവീനർമാരുണ്ട്, വൈസ് ചെയർമാൻമാരുണ്ട്, ഇവരൊക്കെ തന്നെ, അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്റർമാരുണ്ട്. ഇവരുടെ എല്ലാം അക്ഷീണമായ പ്രയത്നം, അതായത് പ്രഭാതം മുതൽ പ്രദോഷം വരെ രാത്രിയിലും കുത്തിയിരുന്ന ഓരോരുത്തരും ടെലിഫോണിൽ ഓരോരുത്തരെ ഓരോ ഗ്രൂപ്പിനെ വിളിക്കുക, അവരെ സംഘടിപ്പിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അനുസ്യൂതം ഒരു തടസ്സവും കൂടാതെ നടന്നുകൊണ്ടിരുന്നൊരു കർമ്മമാണ്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കണ്ട ഈ ജനസാഗരം. ഒരിക്കലും പറയാൻ നിവർത്തിയില്ല. അതിന് ആദരണീയനായ നമ്മുടെ ടീച്ചർ പത്മകുമാർ ടീച്ചറെയും അതോടൊപ്പം തന്നെ മനോജ് കുമാറിനെയും അതിൽ പങ്കെടുത്ത ഓരോ ഗോപികമാരെയും അതിൻ്റെ കോർഡിനേറ്റർമാരെയും ചെയർമാന്മാരെയും വൈസ് ചെയർമാന്മാരെയും ഒക്കെ മാരംകുളങ്ങര ദേവസ്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ സത്രസമിതിയുടെയും അഗീതമായ നന്ദി ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇതോടൊപ്പം തന്നെ പാർസാര സമിതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രിയങ്കരിയായ ഓമനയമ്മ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരിയാണ് സീത പോഴുവേലി, സീത ചേച്ചി പാർസാര സമിതി അംഗമാണ്. എന്തു പറഞ്ഞാലും ഒരു മടിയും കൂടാതെ പൈസ കയ്യിൽ നിന്ന് ശരിക്കും ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബുദ്ധിമുട്ട് പറഞ്ഞാലും, പക്ഷേ ചേച്ചി എങ്ങനെയാണേലും ആ സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുന്ന പൈസ എത്രയാണെങ്കിലും അത് എത്തിച്ചു തരികയും അതോടൊപ്പം തന്നെ ഈ പാർസാര സമിതിയുടെ ഇവിടെ നടന്ന എല്ലാ ചടങ്ങുകളിലും, ഇവിടെ നടന്ന പാരായണ ചടങ്ങുകളിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് ചെമ്പൻകുട്ടി ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ സീത ചേച്ചിയൊക്കെ നിരന്തരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം വന്ന മറ്റേ ടീച്ചർമാരൊക്കെ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ അവരോടെല്ലാം നമ്മൾ പേരെടുത്ത് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി അവർക്കുള്ള ഊഷ്മളമായ നന്ദി അവസരത്തെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ 23-ാം തീയതി തുടങ്ങിയ രഥഘോഷയാത്ര ഒരിക്കലും പറയാൻ നിവൃത്തിയില്ല. കാരണം സത്യം പറഞ്ഞാൽ 23 ദിവസം, അതായത് 23-ാം തീയതി തുടങ്ങി 13 ദിവസം, 23-ാം തീയതി തുടങ്ങി ഇന്ന് ഈ വൈകുന്നേരം അവസാനിച്ച രഥഘോഷയാത്ര. അത് രാവിലെ ഇവിടുന്ന് രഥഘോഷയാത്രയ്ക്ക് മുൻപ് ഒരു സംഘം ഇത്രയും ദിവസം, എത്ര ദിവസം രഥഘോഷയാത്ര ഇവിടെ വരുന്നോ അത്രയും ദിവസം ഇവിടുന്ന് അവിടെ പോയി ഓരോ ക്ഷേത്രങ്ങളിലും പോയി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവിടെ ബാനർ കെട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം അവർക്ക് ഈ സ്ഥലത്തെ ഓരോ സ്ഥലം കവർ ചെയ്ത് പോകാൻ. അങ്ങനെ ഇവിടുന്ന് പോയ ആൾക്കാർ എത്ര ദിവസം എടുത്തോ അത്രയും ദിവസം രഥവും അതോടൊപ്പം തന്നെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ, 2 അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ വേണം, മുൻപിലും പുറകിലും. അപ്പോൾ എത്ര പേര്, ഒരു 10-15 പേര് അതിൻ്റെ കൂടെ. സത്യം പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ കാര്യത്തിനായിട്ട് 13 ദിവസം അതോടൊപ്പം തന്നെ ഈ ഓരോ ക്ഷേത്രങ്ങളും സഞ്ചരിച്ച് ഇവിടെ വന്ന ആൾക്കാരെ ആദരിക്കാൻ നിവർത്തിയില്ല. അവരെ ബഹുമാനിക്കേണ്ട ഒരു ബാധ്യത ശരിക്കും ക്ഷേത്രത്തിനുണ്ട്. അവരാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ശില്പികളെന്ന് വേണം പറയാം. കാരണം ഭഗവാനോട് വന്നില്ലെങ്കിൽ, ഭഗവാന്റെ കൊടിക്കൂറ ഇവിടെ ഉയർന്നില്ലെങ്കിൽ നമുക്കെന്ത് സത്രം എന്ന് പറഞ്ഞാൽ പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ ഭഗവത് പ്രതിഷ്ഠയാണ്. ഇത്രയും ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഏകദേശം 10-200ഓളം ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഇവിടെ എത്തിയ
അവിടെയൊക്കെ ആൾക്കാർ എത്ര താല്പര്യത്തോടെ നിറപറയും നിലവിളക്ക് വെച്ചിട്ട് ഉൽപ്പന്ന സാധനങ്ങൾ, നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ അതിൻ്റെ ഒരു അംശം നിങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇത്രയും ക്ഷേത്രങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അരിയാണെങ്കിലും മറ്റുള്ള വിഭവങ്ങളാണെങ്കിലും അതൊക്കെ നമുക്ക് അടുക്കളയിൽ വേവിച്ച് വരുമ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഇവിടെ പലരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തന്നെ ഓരോ വീടുകളിൽ നിന്ന്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും നമുക്ക് ഓർമ്മയിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത്രയധികം വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു രഥഘോഷയാത്ര. അതിൻ്റെ നേതൃത്വം വഹിച്ച അതിൻ്റെ കൂടെ വന്ന് പൂജാരിയായി വന്ന രതീഷ് എന്നാണോ രഥത്തിൽ കയറിയത്, ഉറങ്ങാൻ രഥത്തിൽ നിന്നിറങ്ങും, പിന്നെയും രഥത്തിൽ കയറും. അതായത് ആ രഥം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ജീവ ഉപാധിയായിട്ട് മാറിയ പോലെ തന്നെ, ജൈവോപാധി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് അതിൽ നിന്ന് വരുമാനമൊന്നുമില്ല. രാവിലെ അതിൽ കയറിയിരിക്കും, അടുത്ത ക്ഷേത്രത്തിൽ വരും, ഭക്ഷണം അവിടുന്ന് കിട്ടും, പിന്നെയും പല ക്ഷേത്രങ്ങൾ സന്ദർശിക്കും, ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ചെല്ലും, അവിടുന്ന് കിട്ടിയ ഭക്ഷണം കിടക്കാൻ എന്തെങ്കിലും പുല്ലുപാ കൊടുക്കും, ചിലപ്പോൾ നിലത്ത് കിടക്കേണ്ടി വരും, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 5 സ്റ്റാർ ഫെസിലിറ്റിയൊക്കെ കൊടുത്തതിരിക്കും. അത് ചില ക്ഷേത്രങ്ങളുടെ കഴിവ് പോലെയാണ്. ഇതൊന്നുമില്ലാത്ത ക്ഷേത്രങ്ങൾ ആൽത്തറയിലും കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കഴിഞ്ഞാണ് ഇത്രയും ദിവസം കടന്ന് ഇവിടെ എത്തിയത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഇതിൻ്റെ കൺവീനറായ ജനറൽ ചെയർമാനായ സോമകുമാർ, അദ്ദേഹം സത്രസമിതിയുടെ അംഗമാണ്. അദ്ദേഹവും രതീഷും ചേർന്നാണ് ഈ ഘോഷയാത്ര അതിനെ ചുക്കാൻ പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് മധുകുമാർ, അന്നപൂർണ അവർകൾ ഈ 13 അദ്ദേഹത്തിന് കലൂരൊരു അന്നപൂർണ സ്റ്റീൽ എന്ന കടയുണ്ട്. ആ കടയിൽ അദ്ദേഹം കയറിയിട്ട് 13 ദിവസമായി. അന്ന് പോയതാണ്. ഇവിടുന്ന് ഒരു യോദ്ധ വണ്ടിയുമായിട്ട് പോയിട്ട് ഓരോ ക്ഷേത്രത്തിലും കയറി ഇവിടെ വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സന്തോഷ്, പിന്നെ ഇപ്പോൾ രാജൻ, പിന്നെ നമ്മുടെ സ്റ്റാർ ഫ്ലവേഴ്സിലെ കുട്ടപ്പൻ, ഹേമചന്ദ്രൻ, പേരെടുത്ത് പറയാനായിട്ട് പിന്നെ അങ്ങനെ 5 പ്ലാമ്പറമ്പിലെ മുരളീധരൻ, പിന്നെ പ്രസന്നകുമാർ, ഒരുപാട് രവികുമാർ, അങ്ങനെ ഒരുപാട് പേര് അതിൻ്റെ കൂടെ പ്രവർത്തിച്ചെന്ന് വേണം പറയാൻ. അത്രയും പേരുടെ ഈ 13 ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ട ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നമ്മൾ പ്രതിഷ്ഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ കൊടിമരവും ഒക്കെ സ്ഥാപിച്ച് എല്ലാം ഭംഗിയായി. അപ്പോൾ അതിനൊക്കെ അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ മാന്യദേഹങ്ങളോട് മാന്യ വ്യക്തിത്വങ്ങളോട് മാറൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ വാർഡ് തല നമ്മുടെ ഈ വിഭവ സമാഹരണം, അതിന് നമ്മളോടൊപ്പം പ്രവർത്തിച്ച ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ച ഒരു സംഗമം. ഒരാളെ വിട്ടുപോയി, അത് മറന്നുപോയതല്ല, ഇനിയും പറയേണ്ട കാര്യമുണ്ട്. ഈ രഥഘോഷയാത്രയിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഗോപൻ എനിക്ക് ഈ രഥഘോഷയാത്രയോടെ പോകണം, എനിക്ക് 13 ദിവസം അതിൻ്റെ കൂടെ നടക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. നമ്മുടെ പ്രിയങ്കരനായ കാട്ടൂർ മോഹൻ അവർകളാണ്. അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാട്ടൂർ മോഹനൻ ഈ കാട്ടൂർ താമസിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം അന്നിവിടുന്ന് ആ വണ്ടിയിൽ കയറിപ്പോയി അദ്ദേഹം വരുന്നത് ഇന്നാണ്. അപ്പോൾ ഇടയ്ക്ക് എന്നെ വിളിക്കും, നല്ല സുഖമാണ്, സന്തോഷമായിട്ടൊക്കെ പോകുന്നു, ഇടയ്ക്ക് പറയൊക്കെ നിറയ്ക്കാനൊക്കെ ഞാൻ സഹായിക്കും. എന്നിരുന്നാലും ഒരാൾ കൃത്യമായിട്ടും ഈ 13 ദിവസമായിട്ട് കൂടെ പോകുമെന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ടൊരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. ആ മാന്യ വ്യക്തിത്വത്തിനോട് എത്രയധികം നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അദ്ദേഹത്തിന് മാറൻകുളം ദേവസ്ഥത്തിൻ്റെയും ഈ സത്രസമിതിയുടെയും സത്രനിർവാഹക സമിതിയുടെയും അഗൈതമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ വിഭവ സമാഹരണം, അത് വളരെ വലിയൊരു യജ്ഞമാണ്. വിഭവ സമാഹരണം ഇന്നലെ ഞങ്ങൾ കുറച്ചേരി ക്ഷേത്രത്തിൽ പോയി കണ്ട് വളരെയധികം നമുക്ക് നമ്മളൊരു പച്ചക്കറിയുടെ വലിയ സ്റ്റോറില്ലേ, അവിടെ നിൽക്കുന്നൊരു പ്രതീതിയായിരുന്നു. അപ്പം വിഭവങ്ങളൊക്കെ സമാഹരിച്ചു. അതിന് നേതൃത്വം ചെയ്തത് മെറ്റിൽഡ എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പറാണ്. നിങ്ങൾ ഓർക്കണം, വിഭവ സമാഹരണത്തിന് നമ്മൾ കമ്മിറ്റി വിളിച്ചപ്പോൾ 20-ാം വാർഡിൽ അവിടെ ചെന്നപ്പോൾ സത്യത്തിൽ കറങ്ങിപ്പോയി. കാരണം ഇത്രയും ആൾക്കാർ 100-400 പേര് താഴെ ഇരിക്കുക, തൊഴിലുറപ്പുകാരാണ്, താഴെ നിരന്നിരിക്കുക. ആ സമയത്ത് അവരെല്ലാം ജോലി ഉപേക്ഷിച്ച് വന്നിരിക്കുക. അപ്പം അത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞങ്ങളെല്ലാം ഏറ്റിരിക്കുകയാണ്, നിങ്ങൾ അതിനകത്ത് ഇനി വരേണ്ട കാര്യമില്ല, ഞങ്ങൾ എല്ലാ വീടുകളിലും നിങ്ങളുടെ ഈ സന്ദേശങ്ങൾ നമ്മുടെ കാര്യങ്ങളാണ്, സന്ദേശങ്ങൾ എത്തിക്കും, വിഭവം സമാഹരിക്കും, അത് കൃത്യമായിട്ട് ഇവിടെ എത്തും എന്ന് പറഞ്ഞപ്പോൾ വളരെ
സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ ആ വാക്കുകൾ അക്ഷരം പ്രതി പാലിച്ച ആ മെമ്പറോടും അതോടൊപ്പം തന്നെ അതിനോടൊപ്പം പ്രവർത്തിച്ച കോർശ്ശേരി ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ വിനയൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ബാബു സാറ്, നമ്മുടെ അവിടുത്തെ പണിക്കർ സാറ്, അവരുടെ എല്ലാം ഒന്നിച്ചുള്ള പ്രയത്നമാണ് ഇന്നലെ ഒരു ലോറി നിറച്ച് സാധനങ്ങളായിട്ട് വന്നത്. അതോടൊപ്പം തന്നെ ഹനുമൽ ക്ഷേത്രത്തിൽ നിന്ന് വന്നു, നമ്മുടെ തെക്കൻ കരയോഗത്തിൽ നിന്ന് വന്നു, ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരാനുണ്ട്. അപ്പോൾ വിഭവസമാഹരണ യജ്ഞം ഈ വാർഡുകളിലൊക്കെ പോയിട്ട് എല്ലാവരെയും അതിലൊത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ അതിന് കൺവീനർമാരായിട്ടും അതിൻ്റെ സംഘാടകരായിട്ടും കോർഡിനേറ്റർമാരായിട്ട് പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മനോജിനോടൊപ്പം തന്നെ ആദ്യ ഭാഗങ്ങളിൽ CK വിജയകുമാറും അതിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതൽ അതിനകത്ത് വന്നില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും ഒന്ന് ദിവസം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ മനോജ് കുമാറിനും അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ, എല്ലാ അംഗങ്ങൾക്കും, അതിൽ പ്രവർത്തിച്ചവർക്ക്, ഈ വിഭവം ഇവിടെ എത്തിച്ചവർക്ക്, ഇപ്പോഴും ഓരോരുത്തരും ഓട്ടോറിക്ഷ സ്വന്തമായിട്ട് എൻ്റെ ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് കൊണ്ടുതരുന്നുണ്ട്. അവർക്കെല്ലാം വളരെ ഊഷ്മളമായ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. ആ ദേവിമാരുടെ കൃപാകടാക്ഷങ്ങൾ, ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഇതെല്ലാം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദേവിശരണം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇവിടെ നടന്ന ഈ വളരെ മനോഹരമായ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നതിന് മുമ്പായിട്ട് ഇതിന് ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ നമ്മുടെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് ഇപ്പോൾ പലരും ചോദിച്ചു, നിങ്ങളെ ഇപ്പോൾ പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾ ഏത് കണക്ഷനിലാണ് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്താ കണക്ഷൻ ഇരിക്കുന്നത്, എനിക്കറിയാവുന്ന കണക്ഷനല്ല. പക്ഷേ അതിനൊക്കെ, അതായത് ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ നമ്മുടെ ബഹുമാന്യൻ ആദരണീയനായ അതായത് ആലപ്പുഴ MP ബഹുമാന്യനായ വേണുഗോപാൽ സാർ അവറുകളാണ്. അദ്ദേഹമാണ് ഈ ഒരാളെ പോലും കുറയാതെ, ഇപ്പോൾ ഒരാൾ വന്നില്ല. ഇപ്പോൾ ആദ്യം നമ്മൾ DK ശിവകുമാർ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന് വളരെ അസൗകര്യം വന്നപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞു, ഇന്നയാളുടെ പേര് വെച്ചോളൂ, അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത്രയും വലിയ പ്രോട്ടോക്കോൾ ഇതിന് വരുമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല. കാരണം ഇന്നലെ മുതൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ പിറകിലായിരുന്നു. കാരണം ഇവിടുത്തെ എല്ലാ വിഭാഗം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൻ്റെ പിന്നിൽ അവരുടെ നിർദ്ദേശങ്ങൾ എല്ലാം നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വന്നു. എന്നിരുന്നാൽ പോലും ഒരു കുറവും കൂടാതെ എത്ര സിമ്പിളായൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്നു. ആ മാന്യദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും, എൻ്റെ വ്യക്തിപരമായ പേരിലും, വേണുഗോപാൽ സാറിൻ്റെ പേരിലും, എല്ലാവരുടെയും പേരിൽ മാന്യമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഡ്വൈസറായിട്ടുള്ള സുരേഷ് ശർമ്മ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഹിമാചൽ പ്രദേശിൽ നിന്ന് ഇതിൻ്റെ കൂടെ വന്നാണ് നമ്മുടെ നാട് കാണാൻ, നമ്മുടെ ആൾക്കാരെ കാണാൻ, നമ്മുടെ ഈ ഗോപികാ സംഗമം കാണാൻ, ഈ ഭാഗവത സത്രത്തിൻ്റെ കുറിച്ച് അറിയാനൊക്കെ വളരെ ആകാംക്ഷയോട് വന്നാണ്. അവരുടെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അത്രയധികം സന്തോഷം അവർക്കുണ്ടായെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നമ്മളിവിടെ കണ്ട കാഴ്ചയാണ്. ആ മാന്യദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായവരുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ സത്രസമിതിയുടെ ആദരണീയനായ അധ്യക്ഷനെ നമ്മൾ പ്രധാനമായിട്ടും മുഖ്യ അതിഥിയുടെ നമ്മുടെ നന്ദി പറഞ്ഞു. ഇനി അധ്യക്ഷന് നന്ദി പറയണം. അധ്യക്ഷൻ ശിവശങ്കരൻ നായർ അവറുകളാണ്. അദ്ദേഹം ഇവിടെ ഉപവിഷ്ടനായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. അത് സത്രസമിതി അധ്യക്ഷനാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇന്നലെ തന്നെ ഇവിടെ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരാനും നമ്മളോട് സഹകരിക്കാനും ഒക്കെ കഴിഞ്ഞതിലുള്ള സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന് സത്രസമിതി പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തത് നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവറുകളാണ്. അദ്ദേഹത്തെയൊക്കെ നമുക്കിപ്പം നിങ്ങൾക്കറിയാം, ഇവ മൂന്നാമത്തെ നോട്ടീസാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇതിനു മുമ്പ് 2 നോട്ടീസിലും അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം വരുന്നു, ഇതിൽ പങ്കെടുക്കണം എന്ന് നമ്മുടെ ശ്രീകുമാർ സാറിനെ വിളിച്ച് പറയുകയും അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ വിളിച്ചു, ഗോകുമാറെ VD സതീശൻ നമുക്ക് ഇതിൻ്റെ പങ്കെടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരാനും നമ്മളെ കാണാനും നമ്മളുടെ ഈ കാര്യങ്ങളിൽ പങ്കെടുക്കാനും കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും
എൻ്റെ വ്യക്തിപരമായ അഗീതവുമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അവർകൾ, അദ്ദേഹമാണെങ്കിലും സമയം കണ്ടെത്തി കോഴിക്കോട് നിന്ന് വരണം. അദ്ദേഹത്തിന് തിരിച്ച് ഇന്നലെ വന്നിട്ട് ഇപ്പം തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകണം. അത്രയും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കർമ്മത്തിന് ക്ഷണിച്ചപ്പോൾ വരാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ എത്തി ഈ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള അഗീതമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ പ്രിയങ്കരനായ നമ്മുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കൂടുതൽ നമുക്ക് കേൾക്കാൻ പറ്റിയില്ല, കാരണം ഇവിടെ എല്ലാം തിരക്കായിപ്പോയി. അദ്ദേഹത്തിന് ഒരു 2 മണിക്കൂറെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും അദ്ദേഹം നമ്മളെ കയ്യിലെടുത്ത് അത്രയധികം വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിപ്രഭാവമാണ് KS രാധാകൃഷ്ണൻ സാറ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അടുത്തായിട്ട് TK ശ്രീനാരായണ ദാസ്, അന്തർദേശീയ ശ്രീനാരായണ പഠന കേന്ദ്രത്തിൽ വന്നാണ്. അദ്ദേഹം നല്ലൊരു പ്രഭാഷണം നമുക്ക് കാഴ്ചവെച്ചു. അദ്ദേഹത്തിനോട് വരാനും നമ്മളോട് സഹകരിക്കാനുള്ള അവസരമുണ്ടായി. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ പ്രിയങ്കരിയായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജശ്രീ അവറുകളാണ്. ഇവിടെ സമയത്തിന് മുമ്പേ എത്തുകയും നമ്മളെ അഭിസംബോധന ചെയ്യാനായിട്ട് തിരക്ക് കാരണം കഴിഞ്ഞില്ല. എന്നാലും അവരുടെ സാന്നിധ്യം നമുക്ക് കിട്ടി. അതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ സഹകരിച്ച ശ്രീമതി രാജേശ്വരിയോട് നിങ്ങൾക്കും എനിക്കും ഈ സത്രസമിതിക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മളുടെ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ എല്ലാവരോടും, അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീകുമാർ സാർ, അഡ്വക്കേറ്റ് ശ്രീകുമാർ നമ്മുടെ സത്ര നിർവഹണ സമിതിയുടെ ചെയർമാനാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ മാന്യ വ്യക്തിത്വത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനോട് ഈ നിർവഹണ സമിതിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായതിനും മാറമുള്ള ദേവസ്ഥനുമുള്ള അഗൈതവുമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വളരെ ആക്റ്റീവായിട്ട് നമ്മളോട് കൂടെ നിൽക്കുന്ന നമ്മുടെ വർക്കിംഗ് ചെയർമാൻ വെങ്കിട്ടരാമ അയ്യർ സാർ, അവർ എവിടെയുണ്ട്? അവർക്ക് ഇപ്പം നിങ്ങളോട് പറയാൻ പോയാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം അത് കേട്ടിരിക്കുന്ന ഒരു ഇത് വരും. കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നടത്തിപ്പിലൊക്കെ എന്തെല്ലാം വശങ്ങൾ ഇതിനകത്ത് ചെറിയ ചെറിയ ന്യൂനതകൾ പോലും ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാനുള്ള കാര്യപ്രാപ്തിയും അറിവുമുള്ള ഒരു മാന്യ വ്യക്തിത്വം. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി നടത്തുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകത്തില്ല. ആ മാന്യ വ്യക്തിത്വത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രിയങ്കരനായ നമ്മുടെ പ്രേമാനന്ദൻ സാർ അവർകൾ, അഡ്വക്കേറ്റ് മനോജ് കുമാർ, നാരായണസ്വാമി, നമ്മുടെ ആചാര്യന്മാർ, സരസ്വതി ടീച്ചർ, നിങ്ങൾ ഓരോരുത്തർക്കും, അതായത് ഈ സമയം കഴിഞ്ഞ് നമ്മുടെ ഡാൻസ് തുടങ്ങേണ്ട സമയമായി. നവ്യ നായർ എത്തിയെന്നിപ്പോൾ അറിഞ്ഞു. അപ്പോൾ നന്ദി പറയാൻ ഇനി ഒരുപാട് പേരുണ്ട്. നമ്മുടെ അടുക്കള സംവിധാനം, നമ്മുടെ ഈ സത്രസമിതി നിർവഹണ സമിതി പ്രവർത്തിക്കുന്ന ഓരോ കമ്മിറ്റിയിലും പ്രവർത്തിക്കുന്നവർ, അതിൻ്റെ ചെയർമാന്മാർ, വൈസ് ചെയർമാന്മാർ, കൺവീനർമാർ, അതിൻ്റെ ഭാഗഭാക്കായ എല്ലാ അംഗങ്ങളും, അതിനൊക്കെ നമുക്ക് അവസാനം വ്യക്തമായ ഒരു നന്ദിയിലേക്ക് പോകാം. അവർക്കെല്ലാം ഒരു പ്രാവശ്യം ഈ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഗോപിക സംഗമത്തിന് കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ദേവി ശരണം, ദേവി ശരണം, ദേവി ശരണം.